സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ സൗദി അറേബ്യയിൽ ഒരു വ്യക്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. And the whole of Kerala, every single religion, all ages, men, women, children, they get together and they collect the money to save that man's life. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത്, മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, ലിംഗവ്യത്യാസങ്ങളില്ലാതെ മലയാളി സമൂഹം, ആണും പെണ്ണും കുട്ടിയും എല്ലാവരും അണിനിരന്ന് ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു മഹായജ്ഞം. അത് മാതൃകാപരമാണ്. Nobody asks what is the religion of the boy, of the man. The entire Kerala gets together, and in a matter of days, 34 crore rupees is donated by the people of Kerala. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ മതം ചികഞ്ഞല്ല മലയാളി സമൂഹം സഹായത്തിന്റെ വഴിയെ നടന്നത്. അവരതൊന്നും ചികഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് മലയാളി സമൂഹം 34 കോടി രൂപ ആ ചെറുപ്പക്കാരന് വേണ്ടി കണ്ടെത്തി കൊടുത്തു. See how Kerala spoke with dignity, with love and affection, and gave a befitting reply to the ideology of the RSS and to the Prime Minister of India. ഈ നാടിനെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന RSSന്റെ ആശയങ്ങൾക്കും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും കേരളം കൊടുത്ത മനോഹരമായ മറുപടി നിങ്ങൾ നോക്കുക. ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ചെടുത്ത കേരളം ജാതിയുടെ മതത്തിന്റെ മറ്റെല്ലാ വേലിക്കെട്ടുകൾക്കപ്പുറത്തും അണിനിരുന്നത് വെറുപ്പിന്റെ ആശയങ്ങൾക്കുള്ള കരുത്തുറ്റ മറുപടിയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. So this is how Kerala teaches people what is in its heart, what is in its soul. ഇതാണ് കേരളം ലോകത്തെ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഹൃദയത്തിൽ എന്താണ്, കേരളത്തിന്റെ ആത്മാവിൽ എന്താണ് എന്ന്. The Prime Minister says India is one nation, one leader, one language. And the people of Kerala, they speak Malayalam. Malayalam is not just a language. Malayalam is the soul of the people of Kerala. It is how every mother, the first time, it is how every father guides his son to live a life of respect and dignity. It is how every friend talks to his friend when they are struggling together. And to say that there will only be one language in India is to insult the history, the tradition of this state. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ഭാഷ എന്നുള്ളത്. മലയാളക്കര സംസാരിക്കുന്നത്, കേരളം സംസാരിക്കുന്നത് മലയാളമാണ്. മലയാളം അനേകം ഭാഷകളിൽ ഒന്ന് മാത്രമല്ല, ഓരോ മലയാളിയുടെയും ആത്മാവാണ് മലയാളം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് പെറ്റമ്മ പൊന്നുമക്കളോട് ആദ്യം പറയുന്ന ഭാഷ. അതാണ് മക്കളെ വഴി നടത്തുമ്പോ അച്ഛൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഭാഷ. അതാണ് സങ്കട കടലുകൾ താണ്ടാൻ സൗഹൃദങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ. ആ ഭാഷയെ ഒരു രാഷ്ട്രത്തിൽ ഒരു ഭാഷ എന്ന് മാത്രം പറയുന്നവർ അവരെ ഈ ഭാഷയെയും ഈ സമൂഹത്തെയും അപമാനിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.